Good afternoon to all. I'm Ashwati, PhD scholar of CSIR NIST. ഞാൻ organic chemistry ലാണ് research ചെയ്യുന്നത്. Today I'm going to discuss about some concept of general organic chemistry. So we are going to start about general organic chemistry. So coming to the first question, the correct order of acidity of the following compound A to C is ഒരു 3 കോമ്പൗണ്ടിന്റെ സ്ട്രക്ചർ തന്നിട്ടുണ്ട് എ ബി സി. സോ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ദ കറക്റ്റ് ഓർഡർ ഓഫ് അസിഡിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ അസിഡിറ്റിയെ സംബന്ധിച്ച് ബേസ്ഡ് ഓൺ അസിഡിറ്റി ആൻഡ് ബേസിസിറ്റി ദർ ആർ 3 കൺസെപ്റ്റ് ഇൻ ഓർഗാനിക് കെമിസ്ട്രി. 3 ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റുകൾ ഉണ്ട്. ഫസ്റ്റ് കൺസെപ്റ്റ് അറീനിയസ് കൺസെപ്റ്റ്, സെക്കൻഡ് കൺസെപ്റ്റ് ലോറി ബ്രോൺസ്റ്റെഡ് കൺസെപ്റ്റ് ആൻഡ് തേർഡ് വൺ ഈസ് ലൂയിസ് കൺസെപ്റ്റ്. ഈ 3 കൺസെപ്റ്റുകൾ നമ്മൾ പ്രോപ്പർ ആയിട്ട് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഓർഡർ ഓഫ് അസിഡിറ്റി ഓർ ബേസിസിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. സോ അറീനിയസ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബേസിക് കൺസെപ്റ്റ് ആണ്. അത് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നെ അറീനിയസ് എന്ന് പറയുന്ന ഒരാളാണ്. അപ്പോൾ ആളുടെ കൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് ഒരു പ്രാക്ടിക്കൽ സൊല്യൂഷൻ ഈ പ്രോബ്ലത്തിന് കണ്ടുപിടിക്കാൻ പറ്റില്ല. സോ നമ്മൾ ഈ പ്രോബ്ലം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് 2 കൺസെപ്റ്റ് വെച്ചിട്ടാണ്. ഫസ്റ്റ് വൺ ഈസ് ലോറി ബ്രോൺസ്റ്റെഡ് കൺസെപ്റ്റ് ആൻഡ് the second one is Lewis acid concept. So going to the first concept, that is the Lowry Bronsted concept. So this is the first concept, Lowry Bronsted concept. According to the Lowry Bronsted concept, acids are proton donors and bases are proton acceptors. That is the first concept. And the second one is Lewis concept. And according to this Lewis concept, acids are electron acceptors and bases are electron donors. തിരിച്ചു വരും. അതായത് ലോറി ബ്രോൺസ്റ്റെഡ് കൺസെപ്റ്റ് കണക്ട് ചെയ്യുന്നത് പ്രോട്ടോണുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ്. അക്കോർഡിംഗ് ടു ദാറ്റ് കൺസെപ്റ്റ്, ആസിഡ് എന്ന് പറയുന്നത് പ്രോട്ടോണിനെ ഡൊണേറ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും, ബേസ് എന്ന് പറയുന്നത് പ്രോട്ടോണിനെ അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. ലൂയിസ് കൺസെപ്റ്റ് അനുസരിച്ച് ലൂയിസ് കൺസെപ്റ്റ് കോറിലേറ്റ് ഇലക്ട്രോൺസിനെ കോറിലേറ്റ് ചെയ്യുന്നതുകൊണ്ട് അക്കോർഡിംഗ് ടു ദിസ് ലൂയിസ് കൺസെപ്റ്റ് ആസിഡ്സ് ആർ ഇലക്ട്രോൺ അക്സെപ്റ്റേഴ്സ് ആയിരിക്കും ആൻഡ് ബേസ് ആർ ഇലക്ട്രോൺ ഡോണേഴ്സ്. സോ നമുക്കത് സമ്മറൈസ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്. According to the Lowry Bronsted concept, acids are proton donors. Acids are proton donors. And Lewis concept അനുസരിച്ച് acids are electron acceptors. So this is the basic concept. അപ്പോൾ നമുക്കിനി ഈ 2 കൺസെപ്റ്റ് വെച്ചിട്ട് എങ്ങനെ അസിഡിറ്റി ബേസിസിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ഇത് 2 സ്റ്റെപ്പായിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ നോക്കേണ്ടത്. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഐഡന്റിഫൈ ദ മോസ്റ്റ് അസിഡിക് പ്രോട്ടോൺ ഇൻ ദ സ്ട്രക്ചർ. തന്നിരിക്കുന്ന സ്ട്രക്ചറിലെ മോർ അസിഡിക് ആയിട്ടുള്ള പ്രോട്ടോണിനെ ഐഡന്റിഫൈ ചെയ്യുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സോ നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് 3 കോമ്പൗണ്ട്സ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ എ എന്ന് പറയുന്നത് ഒരു സൈക്ലോപെന്റാഡൈൻ സിസ്റ്റം ആണ്, ഒരു 5 മെമ്പേർഡ് റിംഗ് ഉള്ള സിസ്റ്റം. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ഒരു സൈക്ലോപ്രോപ്പെയിൻ സിസ്റ്റം ആണ്. ആൻഡ് ദ തേർഡ് വൺ ഈസ് ഓൾസോ എ സൈക്ലോപെന്റാഡൈൻ സിസ്റ്റം. അപ്പോൾ ഫസ്റ്റ് പാർട്ടായിട്ട് നമ്മൾ പോകുന്നത് മോർ അസിഡിക് പ്രോട്ടോണിനെ ഐഡന്റിഫൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണെങ്കിൽ, ഫസ്റ്റ് ഓപ്ഷനിലേക്ക് പോവുകയാണെങ്കിൽ ഫസ്റ്റ് ഓപ്ഷനിൽ മോർ അസിഡിക് പ്രോട്ടോണ് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. ദിസ് ഈസ് ദ മോർ അസിഡിക് പ്രോട്ടോൺ. അവിടെയുള്ള ഒരു പ്രോട്ടോൺ ആണ് മോർ അസിഡിക് പ്രോട്ടോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് കോമ്പൗണ്ടിനകത്ത് വി ഐഡന്റിഫൈ ദ മോസ്റ്റ് അസിഡിക് പ്രോട്ടോൺ. ആൻഡ് ദ സെക്കൻഡ് വൺ ഇൻ ദ ബി സിസ്റ്റം ഈസ് എ സൈക്ലോപ്രോപ്പെയിൻ സിസ്റ്റം. ഈ സൈക്ലോപ്രോപ്പെയിൻ സിസ്റ്റത്തിനകത്തും 2 അസിഡിക് പ്രോട്ടോൺ ഉണ്ട്. പക്ഷെ അത് സിമ്മട്രിക് ആയതുകൊണ്ട് ഏത് പ്രോട്ടോൺ ആയാലും സെയിം ഇഫക്റ്റ് തന്നെയാണ്. സോ ദിസ് ഈസ് ദ മോസ്റ്റ് അസിഡിക് പ്രോട്ടോൺ. And to the third compound is also a cyclopentadiene system, that is also an acidic proton, 3 acidic protons. So നമ്മുടെ ക്വസ്റ്റ്യനിലെ ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ഐഡന്റിഫൈ ദ മോസ്റ്റ് അസിഡിക് പ്രോട്ടോൺ. അപ്പൊ 3 സെക്ഷനിലും അസിഡിക് പ്രോട്ടോണിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തു.
ഇനി രണ്ടാമത്തെ പോർഷൻ എന്ന് പറഞ്ഞാൽ ആസിഡ്സ് എന്ന് പറഞ്ഞാൽ പ്രോട്ടോൺ ഡോണർ ആണെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ഈ അസിഡിക് പ്രോട്ടോണിനെ നമ്മൾ ആ സിസ്റ്റത്തിൽ നിന്ന് റിമൂവ് ചെയ്ത് നോക്കുക. അപ്പോൾ ലോറി ബ്രോൺസ്റ്റഡ് കൺസെപ്റ്റ് അനുസരിച്ച് ആസിഡ് പ്രോട്ടോണിനെ ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിമൂവൽ ഓഫ് പ്രോട്ടോൺ, ആസിഡ് പ്രോട്ടോൺസ് പോയി കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് കോഞ്ചുഗേറ്റ് ബേസ് ആണ് ഫോം ചെയ്യുന്നത്. ഇറ്റ്സ് കോഞ്ചുഗേറ്റ് ബേസ്. ആസിഡിന് പ്രോട്ടോൺ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി റിസൾട്ട് ഇൻ ദ ഫോർമേഷൻ ഓഫ് എ കോഞ്ചുഗേറ്റ് ബേസ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് നിന്ന് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നിന്ന് നമ്മൾ ആസിഡിലെ അസിഡിക് പ്രോട്ടോണിനെ റിമൂവ് ചെയ്തു. സോ ദാറ്റ് വിൽ റിസൾട്ട് ഇൻ ദ ഫോർമേഷൻ ഓഫ് എ കോഞ്ചുഗേറ്റ് ബേസ്. നമുക്ക് ആ കോഞ്ചുഗേറ്റ് ബേസിനെ മൈനസ് നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ഫസ്റ്റ് മോളിക്യൂളിൽ നിന്ന് പ്രോട്ടോണിനെ റിമൂവ് ചെയ്തു. പ്രോട്ടോൺ പോകുന്നത് H+ ആയിട്ടാണ്. മീൻസ് ആ ബോണ്ടിലെ ഇലക്ട്രോൺസിനെ സിസ്റ്റത്തിന് തന്നെ റിലീസ് ചെയ്തിട്ടാണ് പ്രോട്ടോൺ പോകുന്നത്. സോ H+ ആയിട്ട് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ ദാറ്റ് വിൽ റിസൾട്ട് ഇൻ ദ ഫോർമേഷൻ ഓഫ് എ കാർബാനിയോൺ. ഒരു കാർബാനിയോൺ ഫോം ചെയ്യും. ഇതാണ് ഫസ്റ്റ് മോളിക്യൂളിൽ പ്രോട്ടോൺ റിമൂവ് ചെയ്തുണ്ടാവുന്ന സ്പീഷീസ്. ദെൻ സെക്കൻഡ് മോളിക്യൂൾ സൈക്ലോപ്രോപ്പെയിൻ റിംഗിൽ സെയിം തന്നെ നമ്മൾ പ്രോട്ടോണിനെ റിമൂവ് ചെയ്ത് നോക്കുന്നു. സോ പ്രോട്ടോണിനെ റിമൂവ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഉണ്ടാവുന്നത് ദാറ്റ് ഓൾസോ ജനറേറ്റ് എ കാർബാനിയോൺ. അപ്പോൾ രണ്ടാമത്തെ മോളിക്യൂളിലും നമ്മൾ ഇന്റർമീഡിയറ്റ് ഐഡന്റിഫൈ ചെയ്തു. ആൻഡ് ദ തേർഡ് വൺ ഓൾസോ we remove that proton. ആ പ്രോട്ടോണിനെ റിമൂവ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് കോഞ്ചുഗേറ്റ് ബേസ് ആയി. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഐഡന്റിഫൈ ദ മോസ്റ്റ് ആസിഡിക് പ്രോട്ടോൺ കഴിഞ്ഞു. രണ്ടാമത്തത് ആ പ്രോട്ടോണിനെ നമ്മൾ റിമൂവ് ചെയ്തു. സോ ഓൺ ദ ബേസിസ് ഓഫ് ദിസ് കൺസെപ്റ്റ് ആസിഡിൽ നിന്ന് പ്രോട്ടോൺ റിമൂവ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് കോഞ്ചുഗേറ്റ് ബേസ് ഫോം ചെയ്തു. അപ്പോൾ തന്നിട്ടുള്ള 3 സ്ട്രക്ചറിന്റെയും കോഞ്ചുഗേറ്റ് ബേസ് ആണ് നമ്മൾ താഴെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കമ്പയർ ദ സ്റ്റെബിലിറ്റി ഓഫ് ദിസ് കോഞ്ചുഗേറ്റ് ബേസ്. ഈ കോഞ്ചുഗേറ്റ് ബേസിന്റെ സ്റ്റെബിലിറ്റി വെച്ചിട്ടായിരിക്കും അസിഡിക് സ്ട്രെങ്ത് നമ്മൾ പറയുന്നത്. സോ നമ്മളിപ്പോൾ കോഞ്ചുഗേറ്റ് ബേസിന്റെ സ്റ്റെബിലിറ്റി ഒരു ആനിയോൺ ആണ്. ദാറ്റ് മീൻസ് റിയാക്റ്റീവ് ഇന്റർമീഡിയറ്റ് ആണ് ഫോം ചെയ്തത്. ഒരു കാർബാനിയോൺ ആണ് ഫോം ചെയ്തത്. അതിനെ സ്റ്റെബിലൈസ് ചെയ്യുന്ന ഫാക്ടേഴ്സും ഡീസ്റ്റെബിലൈസ് ചെയ്യുന്ന ഫാക്ടേഴ്സും ഉണ്ടാവും. അപ്പൊ നമുക്ക് സ്റ്റെബിലൈസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്, ഡീസ്റ്റെബിലൈസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് ഒന്ന് ജനറലി പരിചയപ്പെടാം. സോ ഒരു ഇന്റർമീഡിയറ്റ് ഒരു കാർബാനിയോൺ ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ സ്റ്റെബിലൈസ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, ഫസ്റ്റ് വൺ സ്റ്റെബിലൈസേഷൻ ഫാക്ടേഴ്സ് ആണ് പറയുന്നത്. So stabilization factors, first one is aromaticity. അരോമാറ്റിസിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ പഠിക്കുന്നതാണ് ഹക്കൽസ് റൂൾ ഓഫ് അരോമാറ്റിസിറ്റി എന്ന് പറയുന്നുണ്ട്. ഹക്കൽ റൂൾ ഓഫ് അരോമാറ്റിസിറ്റി എന്ന് പറയുമ്പോൾ ഒരു കോമ്പൗണ്ട് അത് മോർ അരോമാറ്റിക് ആണെങ്കിൽ അതിന്റെ സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ ആരോമാറ്റിക് ആവാൻ ഒരു കോമ്പൗണ്ടിന് കുറച്ചധികം കണ്ടീഷൻസ് ഉണ്ട്. ഫസ്റ്റ് വൺ, കോമ്പൗണ്ട് ഷുഡ് ബി പ്ലെനാർ ആയിരിക്കണം. സെക്കൻഡ് വൺ, കോമ്പൗണ്ട് ഷുഡ് ബി കോഞ്ചുഗേറ്റ് ആയിരിക്കണം. And the third one, it should contain 4n+2 pi electron system ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ കോമ്പൗണ്ട് ആരോമാറ്റിക് ആണ്. ഫസ്റ്റ് വൺ, കോമ്പൗണ്ട് ഈസ് പ്ലാനാർ, and the second one is conjugate, and the third one is 4n+2 pi electron system. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഒന്നാമത്തെ ക്രൈറ്റീരിയ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഈ ഉണ്ടാകുന്ന കോഞ്ചുഗേറ്റ് ബേസ്
ആരോമാറ്റിസിറ്റി വഴി സ്റ്റെബിലൈസ് ചെയ്യുന്നുണ്ടോ, ആരോമാറ്റിസിറ്റി വഴി സ്റ്റെബിലൈസ് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ ഈ 3 ഫാക്ടർ നോക്കിയാൽ മതി. ഫസ്റ്റ് പ്ലാനാർ ആണോ നോക്കുക, കോഞ്ചുഗേറ്റ് ആണോ നോക്കുക, then 4n+2 pi electrons ഉണ്ടോ നോക്കുക. This is the first condition for stabilization. And the second one, രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറഞ്ഞാൽ റെസൊണൻസ്. റെസൊണൻസ് നമ്മൾ ചെറിയ ക്ലാസ് മുതലേ പഠിക്കുന്നതാണ് റെസൊണൻസിനെ പറ്റി. റെസൊണൻസ് എന്ന് പറഞ്ഞാൽ കോമ്പൗണ്ട് പ്ലാനാർ ആയിരിക്കണം. റെസൊണേറ്റിംഗ് സ്ട്രക്ചേഴ്സ്, അതായത് ഒരു കോമ്പൗണ്ട് റെസൊണൻസ് എക്സിബിറ്റ് ചെയ്യണമെങ്കിലുള്ള മെയിൻ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ കോമ്പൗണ്ട് പ്ലാനാർ ആയിരിക്കണം. അതുപോലെ റെസൊണൻസിൽ only the movement of pi electrons, ഇലക്ട്രോൺസ് ആണ് മൂവ് ചെയ്യുന്നത്, ദർ ഈസ് നോ മൂവ്മെന്റ് ഓഫ് ആറ്റം. അപ്പോൾ ഒരു രണ്ടാമത്തെ സ്റ്റെബിലൈസേഷൻ ഫാക്ടർ ആണ് റെസൊണൻസ്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെബിലൈസേഷൻ ഫാക്ടർ ആരോമാറ്റിസിറ്റി ആണെന്ന് പറഞ്ഞു. സെക്കൻഡ് വൺ ഈസ് റെസൊണൻസ്. ആൻഡ് ദ തേർഡ് ഫാക്ടർ ഈസ് പ്രസൻസ് ഓഫ് -i എഫക്റ്റ്. അപ്പോൾ അതിൽ തന്നെ നമ്മൾ ഓർഗാനിക് കെമിസ്ട്രിയിലെ വേറൊരു ഇലക്ട്രോണിക് ഡിസ്പ്ലേസ്മെന്റ് കൺസെപ്റ്റ് ആണ് ഇൻഡക്റ്റീവ് ഇഫക്റ്റ് ആൻഡ് മീസോമെറിക് ഇഫക്റ്റ്. ഇൻഡക്റ്റീവ് ഇഫക്റ്റ് അറിയാലോ, അതായത് ഒരു കാർബൺ ചെയിനിൽ ഒരു ഇലക്ട്രോ നെഗറ്റീവ് ആറ്റം അറ്റാച്ച് ചെയ്ത് വരുമ്പോൾ, ഫോർ എക്സാമ്പിൾ നമുക്കൊരു ഇൻഡക്റ്റീവ് ഇഫക്റ്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ലോങ് കാർബൺ ചെയിൻ എടുത്തു. കാർബൺ ചെയിന്റെ ഒരു സൈഡിൽ ഒരു ഇലക്ട്രോ നെഗറ്റീവ് ആറ്റം അറ്റാച്ച് ചെയ്ത് വരികയാണെങ്കിൽ, ഡ്യൂ ടു ദ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഓഫ് ദിസ് ആറ്റം, ദിസ് കാർബൺ എക്സ് ബോണ്ട് ഈസ് മോർ പോളറൈസ്ഡ് ടുവേർഡ്സ് ദാറ്റ് ഇലക്ട്രോ നെഗറ്റീവ് ആറ്റം. അപ്പോൾ ആ ഇലക്ട്രോ നെഗറ്റീവ് ആറ്റം കാർബൺ പെയറിൽ നിന്ന് ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്യും. ദാറ്റ് ഈസ് നോൺ ആസ് -i ഇഫക്റ്റ്. ഈ -i ഇഫക്റ്റ് വരിക എന്ന് വെച്ചാൽ കോമ്പൗണ്ടിന്റെ സ്റ്റെബിലിറ്റി, അതായത് അസിഡിറ്റി കൂടാണ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മളൊരു ആസിഡ് കൺസിഡർ ചെയ്യുന്നു, CH3 C ഡബിൾ ബോണ്ട് OH. നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു ആസിഡ് ആണിത്. ദിസ് ഈസ് അസെറ്റിക് ആസിഡ്. അപ്പോൾ ഈ അസെറ്റിക് ആസിഡിന്റെ കേസിൽ ദിസ് OH, the proton that is directly connected to this oxygen atom, which is more acidic. ആ ആറ്റം ആണ്, ഹൈഡ്രജൻ ആണ് അസിഡിക്. അത് പ്രോട്ടോണിനെ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് കോഞ്ചുഗേറ്റ് ബേസ് ഫോം ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അത് നമുക്ക് ഒരു CF3 ട്രൈഫ്ലൂറോ അസെറ്റിക് ആസിഡുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ, comparing the acidity of these two acids, in acetic acid le 3 CH3 3 hydrogen നമ്മൾ replaced with fluorine atom, 3 fluorine atom ആയിട്ട് റീപ്ലേസ് ചെയ്യുന്നു. സോ നമുക്കറിയാം fluorine is the most electronegative element in the periodic table. അപ്പോൾ ഫ്ലൂറിൻ എന്ത് ചെയ്തുകൊണ്ടേയിരിക്കും, ഇലക്ട്രോൺ പെയറിനെ വിഡ്രോ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇവിടെ നിന്ന് ഈ CH3 കമ്പയർ ചെയ്യുമ്പോൾ CF3ക്ക് ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതലായതുകൊണ്ട് that withdraws more electrons. അപ്പോൾ ഇലക്ട്രോണിനെ വലിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ ദിസ് ഓക്സിജൻ ഈസ് ഓൾസോ ഇലക്ട്രോനെഗറ്റീവ്. അപ്പോൾ ഓക്സിജനും ഇലക്ട്രോനെഗറ്റീവ് ആയതുകൊണ്ട് ഓക്സിജൻ ഇലക്ട്രോണിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കും. അപ്പൊ അങ്ങനെ, ബട്ട് കമ്പയറിംഗ് ദ ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് ബോത്ത് ഓക്സിജൻ ആൻഡ് ഫ്ലൂറിൻ ഈസ് മോർ ഇലക്ട്രോനെഗറ്റീവ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ OH ബോണ്ട് ക്ലീവ് ചെയ്ത് ഓക്സിജനിലേക്ക് പോകും. സോ H+i റിലീസ് ചെയ്യും. അതാണ് നമ്മൾ പറയുന്ന ലൗറി ബ്രോൺസ്റ്റഡ് കൺസെപ്റ്റ് അനുസരിച്ച് ആസിഡ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ -i ഇഫക്റ്റിന്റെ പ്രസൻസ് വരികയാണെങ്കിൽ അതായിരിക്കും മോർ അസിഡിക്. സെയിം ഇഫക്റ്റ് തന്നെ റെസൊണൻസിൽ വരികയാണെങ്കിൽ -m ഇഫക്റ്റ് എന്ന് പറയും. അപ്പോൾ നമ്മൾ ആസിഡിന്റെ കോഞ്ചുഗേറ്റ് ബേസിന്റെ സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്ന 4 ഫാക്ടേഴ്സ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് aromaticity, and the second one is resonance, third one is -i effect, and also the fourth one is -n effect. These are the stabilization factors. ഇനി ഇതേപോലെ തന്നെ ഡീസ്റ്റെബിലൈസേഷൻ ഫാക്ടേഴ്സ് ഉണ്ട്. കോഞ്ചുഗേറ്റ് ബേസ് ഫോം ചെയ്താൽ അതിനെ ഡീസ്റ്റെബിലൈസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ദെൻ ഡീസ്റ്റെബിലൈസേഷൻ ഫാക്ടേഴ്സിൽ ഡീസ്റ്റെബിലൈസേഷൻ ഫാക്ടേഴ്സ്, സ്റ്റെബിലൈസേഷൻ ഫാക്ടറിൽ നമ്മൾ പറഞ്ഞു അരോമാറ്റിക് ആണെങ്കിൽ സ്റ്റെബിലിറ്റി കൂടും. നേരെ ഓപ്പോസിറ്റ് നമ്മൾ പറയുന്നു ആന്റി അരോമാറ്റിക് ആണെങ്കിൽ ഡീസ്റ്റെബിലൈസേഷൻ ആണ്. ആന്റി അരോമാറ്റിക് എന്ന് പറഞ്ഞാൽ മറ്റേ കണ്ടീഷൻ പോലെ തന്നെ എക്സെപ്റ്റ് 4n pi ഇലക്ട്രോൺ സിസ്റ്റം ആയിരിക്കണം. അരോമാറ്റിക് ആണെങ്കിൽ 4n+2 pi ഇലക്ട്രോൺ സിസ്റ്റം ആയിരിക്കും. ആന്റി അരോമാറ്റിക് ആണെങ്കിൽ 4n pi സിസ്റ്റം ആയിരിക്കും. ആൻഡ് സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ റെസൊണൻസ് കാണില്ല.
മൂന്നാമത്തത് -I ഇഫക്റ്റ് ഉള്ള ഗ്രൂപ്പ് അസിഡിറ്റി കൂട്ടുമ്പോൾ +I ഇഫക്റ്റ് ഉള്ള ഗ്രൂപ്പ് അസിഡിറ്റി കുറയ്ക്കും. +I ഇഫക്റ്റ് ഉള്ള ഗ്രൂപ്പ്. ആൻഡ് the fourth one is +M ഇഫക്റ്റ് ഉള്ള ഗ്രൂപ്പ്. അപ്പോൾ these are the factors that stabilize and also destabilizes the conjugate base. അപ്പോൾ നമ്മൾ നമ്മുടെ പ്രോബ്ലത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ഫസ്റ്റ് കോമ്പൗണ്ട് എയിൽ നിന്ന് നമുക്ക് കിട്ടിയ കോഞ്ചുഗേറ്റ് ബേസ് നമ്മൾ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്, ബിയിൽ നിന്ന് കിട്ടിയ കോഞ്ചുഗേറ്റ് ബേസ് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്, ആൻഡ് സിയിൽ നിന്ന് കിട്ടിയ കോഞ്ചുഗേറ്റ് ബേസ് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ദെൻ നമ്മുടെ ക്വസ്റ്റിനുള്ള ആൻസർ ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സ്റ്റെബിലിറ്റി ഓഫ് ദിസ് കോഞ്ചുഗേറ്റ് ബേസ്. ഈ കോഞ്ചുഗേറ്റ് ബേസിന്റെ സ്റ്റെബിലിറ്റി വെച്ചിട്ട് നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് സ്ട്രക്ചറിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അപ്പോൾ ഫസ്റ്റ് സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ ഇങ്ങനെയാണ് ഫസ്റ്റ് സ്ട്രക്ചർ കോഞ്ചുഗേറ്റ് ബേസ് വരുന്നത്. അപ്പോൾ ഈ കോഞ്ചുഗേറ്റ് ബേസ് ഇത് അരോമാറ്റിസിറ്റി വഴി സ്റ്റെബിലൈസ്ഡ് ആണോ എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തത്, ഈ കാർബാനിയോൺ ഫോം ചെയ്ത് കഴിഞ്ഞാൽ കാർബാനിയോൺസ് അങ്ങനെ തന്നെ ഇരിക്കില്ല, ഇത് ഈ റിങ്ങിൽ റെസൊണൻസ് വഴി ഡീലോക്കലൈസ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഈ നെഗറ്റീവ് ചാർജ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ C ഡബിൾ ബോണ്ട് ഈ കാർബണിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് റെസൊണൻസ് സ്ട്രക്ചർ ഇങ്ങനെ വരയ്ക്കാം. അപ്പോൾ ഇത് CF3 ആയി, ഇവിടെ കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട് മാറി ഡബിൾ ബോണ്ട് ആയി. ദെൻ ഇവിടുത്തെ CF3ക്ക് മാറ്റമൊന്നുമില്ല, ഇവിടെ സിംഗിൾ ബോണ്ട് CF3 ആയി, ഈ ഡബിൾ ബോണ്ട് കാർബണിലേക്ക് ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് നെഗറ്റീവായി. ദെൻ CF3. അപ്പോൾ ഇതാണ് ഈ മോളിക്യൂളിന്റെ ഫസ്റ്റ് റെസൊണൻസ് സ്ട്രക്ചർ. ഈ കാർബാനിയോൺ ഇവിടെയും നിൽക്കില്ല, ദെൻ ഇതിന്റെ റെസൊണൻസ് ഇത് കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഈ നെഗറ്റീവ് ചാർജ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും, ഓട്ടോമാറ്റിക്കലി ഈ ഡബിൾ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. സോ നമ്മൾ അതിന്റെ റെസൊണൻസ് സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ ഇവിടെ ഡബിൾ ബോണ്ട്, ഹിയർ ഈസ് CF3, ഇവിടെ CF3 വരുന്നുണ്ട്, ഇവിടെ CF3 വരുന്നുണ്ട്, ഇവിടെ CF3, here is also a negative charge, then CF3. ഓക്കെ, ഇനി അടുത്ത സെക്ഷനിൽ വരുമ്പോൾ ഈ ബോണ്ട് വീണ്ടും ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും, അപ്പോൾ വീണ്ടും ഇതിങ്ങനെ പോകും. അങ്ങനെ റെസൊണൻസ് വഴി ഈ ഇലക്ട്രോൺസ് ഇങ്ങനെ ഡീലോക്കലൈസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ കോമ്പൗണ്ട് എയിൽ നിന്ന് പ്രോട്ടോൺ റിമൂവ് ചെയ്ത് ഉണ്ടാവുന്ന കോഞ്ചുഗേറ്റ് ബേസ് ദാറ്റ് ഈസ് റെസൊണൻസ് സ്റ്റെബിലൈസ്ഡ് ആൻഡ് ഓൾസോ. അപ്പോൾ ഒന്നാമത്തെ നമ്മുടെ സ്റ്റെബിലിറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് റെസൊണൻസ് സ്റ്റെബിലൈസ്ഡ്, റെസൊണൻസ് വഴി സ്റ്റെബിലൈസ് ചെയ്തു. ഇനി രണ്ടാമത്തത് ഇത് നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് എ പ്ലെനാർ മോളിക്യൂൾ, അതിനകത്ത് കോഞ്ചുഗേറ്റ് ആണ് ആൻഡ് ഓൾസോ എത്ര പൈ ഇലക്ട്രോൺസ് ഡീലോക്കലൈസ് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഓൾറെഡി 2 ബോണ്ട് അതിനുള്ളിലുണ്ട്, അതുകൂടാതെ ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ട്. നെഗറ്റീവ് ചാർജ് എന്ന് വെച്ചാൽ 2 പൈ ഇലക്ട്രോൺസ്. അങ്ങനെ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ 6 പൈ ഇലക്ട്രോൺസ് ആണ്. സോ 6 പൈ ഇലക്ട്രോൺസ് ഉണ്ട്, മീൻസ് ഹെക്കൽ റൂൾ ഓഫ് ആരോമാറ്റിസിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, റെസൊണൻസ് വഴി സ്റ്റെബിലൈസ് ചെയ്യുന്നുണ്ട്. ഇനി മൂന്നാമത്തെ കേസ് നോക്കുകയാണെങ്കിൽ ഇതിലുള്ള സബ്സ്റ്റിറ്റ്യൂവന്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ CF3 ആണ് അതിലെ സബ്സ്റ്റിറ്റ്യൂവന്റ്. നമുക്കറിയാം ഫ്ലൂറിൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോ നെഗറ്റീവ് ആണ്. സോ ദ ഇലക്ട്രോ നെഗറ്റീവ് ഫ്ലൂറിൻ എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടേയിരിക്കും, സിസ്റ്റത്തിൽ നിന്ന് ഇലക്ട്രോൺസിനെ വിഡ്രോ ചെയ്തുകൊണ്ടേയിരിക്കും. സോ ദിസ് പ്രോട്ടോൺ വിച്ച് ഈസ് മോർ അസിഡിക് ആയിരിക്കും, ആ പ്രോട്ടോണെ റിമൂവ് ചെയ്യാനുള്ള പോസിബിലിറ്റിയും കൂടുതലായിരിക്കും. അപ്പോൾ ഫസ്റ്റ് കോമ്പൗണ്ട് നമ്മൾ എടുക്കുമ്പോൾ റെസൊണൻസ് വഴി സ്റ്റെബിലൈസ്ഡ് ആണ്, അരോമാറ്റിസിറ്റി റൂൾ ഫോളോ ചെയ്യുന്നുണ്ട് ആൻഡ് ഓൾസോ സ്റ്റെബിലൈസ്ഡ് ബൈ -I ഇഫക്റ്റ്. സോ ദിസ് ഈസ് ദ മോസ്റ്റ് അസിഡിക് കോമ്പൗണ്ട് ഇൻ ദാറ്റ് സെക്ഷൻ. ആ 3 കോമ്പൗണ്ട് തന്നതിൽ മോർ അസിഡിക് എന്ന് പറയുന്നത് ഈ കോമ്പൗണ്ട് ആയിരിക്കും, ഫസ്റ്റ് കോമ്പൗണ്ട്. ദെൻ നെക്സ്റ്റ് രണ്ടാമത്തെ കോമ്പൗണ്ടിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ രണ്ടാമത്തെ കോമ്പൗണ്ട് ദാറ്റ് ഈസ് ഒരു സൈക്ലോപ്രോപ്പെയിൻ സിസ്റ്റം. അതിനൊരു പ്രോട്ടോൺ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സൈക്ലോപ്രോപ്പൈൽ ആനിയോൺ ഫോം ചെയ്യും. ഈ സൈക്ലോപ്രോപ്പൈൽ ആനിയോൺ ഈസ് ഓൾസോ സ്റ്റെബിലൈസ്ഡ് ബൈ കോഞ്ചുഗേഷൻ. ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു, സോ ദിസ് ഇസ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഉണ്ടാവുന്ന സ്ട്രക്ചർ നമുക്ക് വരയ്ക്കുകയാണെങ്കിൽ ഇത് ഡബിൾ ബോണ്ട് വരും, ഇവിടെ നെഗറ്റീവ് ചാർജ് വരും. അടുത്ത സെക്ഷനിൽ ഇത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും,
ദെൻ ഇതിങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. അങ്ങനെ സ്റ്റെബിലിറ്റി വയ റെസൊണൻസ്, റെസൊണൻസ് എന്നല്ല, കോൺജുഗേഷൻ വഴി കോമ്പൗണ്ട് സ്റ്റെബിലൈസ് ചെയ്യും. കോൺജുഗേഷൻ വഴി കോമ്പൗണ്ട് സ്റ്റെബിലൈസ് ചെയ്യും. അപ്പോൾ ഇതാണ് കോൺജുഗേഷൻ വഴി സ്റ്റെബിലൈസ്. അപ്പോൾ ഈ കോമ്പൗണ്ടിൽ നമ്മൾ കണ്ടീഷൻസ് നോക്കുകയാണെങ്കിൽ ഇതിൽ കോൺജുഗേഷൻ പോസിബിൾ ആണ്. ഇനി ഫസ്റ്റ് കണ്ടീഷൻ നമ്മൾ നോക്കുന്നു, ദാറ്റ് ഈസ് അരോമാറ്റിക് ആണോ നോക്കണം. അരോമാറ്റിക് ആണെങ്കിൽ ഫസ്റ്റ് കണ്ടീഷൻ പ്ലെനാർ ആയിരിക്കണം, അപ്പോൾ മോളിക്യൂൾ പ്ലെനാർ ആണ്. സെക്കൻഡ് കണ്ടീഷൻ ഇറ്റ് ഷുഡ് ബി കോൺജുഗേറ്റ്, കോൺജുഗേഷൻ ഉണ്ട്, അപ്പോൾ രണ്ടാമത്തെ കണ്ടീഷനും സാറ്റിസ്ഫൈഡ് ആണ്. ദെൻ മൂന്നാമത്തെ കണ്ടീഷൻ 4n+2π ഇലക്ട്രോൺസ് വേണം. പക്ഷെ ഇവിടെ നമ്മൾ കൗണ്ട് ചെയ്യുമ്പോൾ ദിസ് ഈസ് 4π സിസ്റ്റം ആണ്. ഡബിൾ ബോണ്ടിലുള്ള 2 ഇലക്ട്രോണും കാർബാനിയമുള്ള 2 ഇലക്ട്രോണും, അങ്ങനെ ടോട്ടൽ 4π ഇലക്ട്രോൺ സിസ്റ്റം ആണ്. സോ ദിസ് ഈസ് നോട്ട് ഫോളോ ഹക്കിൽ റൂൾ ഓഫ് അരോമാറ്റിസിറ്റി. സോ ദിസ് ഈസ് ആന്റി അരോമാറ്റിക് ആണ്. അപ്പോൾ ഈ കോമ്പൗണ്ടിന്റെ കോൺജുഗേറ്റ് ബേസ് അത്രയും സ്റ്റെബിലൈസ്ഡ് അല്ല. അപ്പോൾ കമ്പയർഡ് ടു 1, 2 ഈസ് ലെസ് അസിഡിക്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തേതായി. ദെൻ നമ്മൾ മൂന്നാമത്തെ കോമ്പൗണ്ടിലേക്ക് പോകുന്നു. ആൻഡ് ദ തേർഡ് കോമ്പൗണ്ട് ഈസ് ഓൾസോ a cyclopentadiene system, cyclopentadiene system with the substituent CH3. CH3 substituent. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഇതിൽ നിന്ന് നമ്മളൊരു പ്രോട്ടോണിനെ എലിമിനേറ്റ് ചെയ്തു. നമ്മൾ കറസ്പോണ്ടിങ് കോൺജുഗേറ്റ് ബേസ് ഓൾറെഡി വരച്ചിരുന്നു. CH3, ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ്, ഇവിടെ CH3, 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 CH3. അപ്പോൾ ഇതിന്റെ കണ്ടീഷൻ നമ്മൾ പറയുകയാണെങ്കിൽ ഏകദേശം ഫസ്റ്റ് മോളിക്യൂൾ പോലെ തന്നെയാണ്. ഇത് പ്ലെനാർ ആണ്, ഇതിനകത്ത് അരോമാറ്റിസിറ്റി വരുന്നുണ്ട്, 6π ഇലക്ട്രോൺസ് ഉള്ള സിസ്റ്റം ആണ്. ആൻഡ് ഓൾസോ ഇതിങ്ങനെ കോൺജുഗേഷൻ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പൈ ഇലക്ട്രോൺസ് ഡീലോക്കലൈസ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ റെസൊണൻസ് വഴി സ്റ്റെബിലൈസ്ഡ് ആണ്. അപ്പോൾ നമ്മൾ ഈ 3 കോൺജുഗേറ്റ് ബേസും നമ്മളൊന്ന് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, അതായത് ഈ 3ന്റെയും കോൺജുഗേറ്റ് ബേസ് നമ്മളൊന്ന് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഫസ്റ്റ് കോൺജുഗേറ്റ് ബേസിന്റെ കണ്ടീഷൻ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അരോമാറ്റിസിറ്റി വഴി സ്റ്റെബിലൈസ്ഡ് ആണ്, റെസൊണൻസ് വഴി സ്റ്റെബിലൈസ്ഡ് ആണ്, ആൻഡ് ഓൾസോ വിച്ച് ഈസ് സ്റ്റെബിലൈസ്ഡ് ബൈ ദ പ്രസൻസ് ഓഫ് -I ഇഫക്റ്റ് ഓഫ് ഫ്ലൂറിൻ ആറ്റം. അപ്പോൾ കമ്പയർഡ് ടു ദിസ് വൺ, A ഈസ് മോർ അസിഡിക്. ഇത് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ മോർ അസിഡിക് എന്ന് പറയുന്നത് A ആയിരിക്കും. ഇനി ബിയും സിയും കൂടി, ആൻഡ് സി നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ സിയുടെ കേസിലും അരോമാറ്റിക് ആണ്, 4n π സിസ്റ്റം ഉണ്ട്. ഒൺലി ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ മീഥൈൽ ഗ്രൂപ്പ് ആണ്. മീഥൈൽ ഗ്രൂപ്പിന് +I ഇഫക്റ്റുകളുള്ള ഗ്രൂപ്പാണ്. +I ഇഫക്റ്റ് ഉള്ള ഗ്രൂപ്പ് വരുമ്പോഴേക്കും അസിഡിറ്റി എന്ത് ചെയ്യും, ഒന്ന് കുറയും. സോ രണ്ടാമത്തെ അസിഡിക്ക് സി ആയിരിക്കും വരുന്നത്. ഫസ്റ്റ് വൺ എ വരും, ദെൻ സി വരും. ദെൻ മൂന്നാമത്തെ കണ്ടീഷനിൽ നമ്മൾ വരുമ്പോൾ ബി ആണ്, സൈക്ലോപ്രോപ്പെയിൻ സിസ്റ്റം, ആന്റി അരോമാറ്റിക് ആണ്. അപ്പോൾ ദിസ് ഈസ് ലീസ്റ്റ് സ്റ്റേബിൾ. സോ ദിസ് ഈസ് ദ ഫൈനൽ order of acidity. So A is more acidic, then C is acidic, then B is acidic. So this is the answer. Is it clear? Okay, then we are moving to the second question. Then we are moving to the second question. The correct order of basicity for the following anions.
അപ്പോൾ ഇവിടെ നേരെ തിരിച്ച് സെക്കൻഡ് പാർട്ട് വരുമ്പോഴേക്കും ബേസിസിറ്റിയിലേക്ക് വരുന്നു. അപ്പോൾ ബേസിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ അസിഡിറ്റിയുടെ റിവേഴ്സ് ആണ് അല്ലെ. ഇത് നമ്മുടെ ആ നേരത്തെയുള്ള കൺസെപ്റ്റുകൾ നമ്മൾ ഇതിലൊന്ന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എങ്ങനെ മാറ്റം വരും എന്ന് നമുക്ക് നോക്കാം. ബേസിസിറ്റി എന്ന് പറയുമ്പോൾ ലൗറി ബ്രോൺസ്റ്റഡ് കൺസെപ്റ്റ് വെച്ചിട്ട് ഞാൻ പറഞ്ഞു ആസിഡ്സ് എന്ന് പറഞ്ഞാൽ പ്രോട്ടോൺ ഡോണേഴ്സ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ബേസ് എന്തായിരിക്കും? ബേസസ് ആർ പ്രോട്ടോൺ അക്സെപ്റ്റേഴ്സ്. ബേസ് എന്ന് പറഞ്ഞാൽ പ്രോട്ടോൺ അക്സെപ്റ്റേഴ്സ് ആയിരിക്കും. Then according to the Lewis concept, acids ഇലക്ട്രോൺ അക്സെപ്റ്റേഴ്സ് ആയിരിക്കും. അപ്പോൾ ബേസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ഡോണേഴ്സ് ആയിരിക്കും. സോ ഇതാണ് നമ്മുടെ രണ്ട് കൺസെപ്റ്റ്. ഒന്ന് അക്കോർഡിംഗ് ടു ലോറി ബ്രോൺസ്റ്റഡ് കൺസെപ്റ്റ്, ബേസസ് ആർ പ്രോട്ടോൺ അക്സെപ്റ്റേഴ്സ് ആൻഡ് ഓൾസോ ഇലക്ട്രോൺ ഡോണേഴ്സ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ നമ്മൾ നോക്കുമ്പോൾ തന്നെ അറിയാം നമുക്ക് 3 ആനിയോൺസ് ആണ് തരുന്നത്. ആനിയോൺസ് മീൻസ് എന്താണ്? ഇലക്ട്രോൺ റിച്ച് സ്പീഷീസ് ആണ്. അത് പ്രോട്ടോണിനെ അബ്സ്ട്രാക്ട് ചെയ്യാൻ പോസിബിൾ ആണ്. അപ്പോൾ 3 സ്ട്രക്ചേഴ്സുകൾ ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ നേരത്തെ പോലെ പ്രോട്ടോണിനെ റിമൂവ് ചെയ്ത് ഇത് ആക്ച്വലി ഈ സ്ട്രക്ചർ കോൺജുഗേറ്റ് ബേസ് ആണ്. അപ്പോൾ നമുക്ക് ഇവിടെയും എന്ത് ചെയ്താൽ മതി? കോൺജുഗേറ്റ് ബേസിന്റെ സ്റ്റെബിലിറ്റി കണ്ടുപിടിച്ചാൽ മതി. മോർ സ്റ്റേബിൾ ഏതാണോ അതായിരിക്കും മോർ ബേസിക്. അപ്പോൾ ഇവിടെ നമ്മൾ 3 സ്ട്രക്ചറുകൾ കണ്ടു. അപ്പോൾ ഇതൊരു ഫിനോക്സൈഡ് അയോൺ ആണ്. നമ്മൾ ചെറുതിലേ പഠിക്കുന്നതാണ്. ഫിനോക്സൈഡ്സ് അയോൺസ് ആർ സ്റ്റെബിലൈസ്ഡ് ബൈ റെസൊണൻസ്. ഇനി ഇതിലുള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഈ 3 സ്ട്രക്ചറും കൂടി നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നാമത്തേന്ന് വെച്ചാൽ ഇതിലെ കാർബ് ആനിയോൺ അല്ല, ഫിനോക്സൈഡ് അയോൺ ആണ്. 3 സ്ട്രക്ചറിലും ഫിനോക്സൈഡ് അയോണുകളാണ് ഉള്ളത്. ദിസ് ഇസ് O-, ഇത് O-, ഇത് O-. ഇനി രണ്ടാമത്തത്, അപ്പോൾ കോർ സ്ട്രക്ചർ 3നും സെയിം ആണ്. ഇനി സോ നമ്മൾ അടുത്ത എന്താണ് ഡിഫറൻസ് ഉള്ളത് നോക്കാം. അപ്പൊ നമുക്ക് സബ്സ്റ്റിറ്റ്യൂവന്റ് നോക്കാം. അപ്പോൾ 3 സ്ട്രക്ചറിലും ഉള്ളത് NO2 ഗ്രൂപ്പ് ആണ്. NO2 ഗ്രൂപ്പിന്റെ പ്രത്യേകത NO2 ഈസ് N ഡബിൾ ബോണ്ട് O-. ഇങ്ങനെയാണ് NO2 ഗ്രൂപ്പ് നിൽക്കുന്നത്. ഈ NO2 ഗ്രൂപ്പ് ഒരു സ്ട്രോങ് നെഗറ്റീവ് ഇൻഡക്റ്റീവ് ഇഫക്റ്റ് ഉള്ള ഗ്രൂപ്പാണ്. ഒരു -I ഇഫക്റ്റ് ഉള്ള ഗ്രൂപ്പാണ്. ഈ -I ഇഫക്റ്റ് ഉള്ള ഗ്രൂപ്പ് സിസ്റ്റത്തിൽ വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്നാണ് നമ്മൾ പറഞ്ഞത്? -I ഇഫക്റ്റ് ഉള്ള ഗ്രൂപ്പ് സിസ്റ്റത്തിൽ വരുമ്പോൾ ബിക്കോസ് അത് ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്യുന്ന ഗ്രൂപ്പുകളാണ്. സോ ഈ NO2 ഗ്രൂപ്പ് ഈ സിസ്റ്റത്തിലേക്ക് അറ്റാച്ച് ചെയ്യുമ്പോൾ ഇറ്റ് വിഡ്രോസ് ഇലക്ട്രോൺ ഫ്രം ദ ഹോൾ അരോമാറ്റിക് റിംഗ്. അപ്പോൾ ഈ ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആയിരിക്കും. ആൻഡ് ഇൻ ദ കേസ് ഓഫ് ദിസ് ഓൾസോ അവിടെയും NO2 ഉണ്ട്. അപ്പോൾ ഈ സിസ്റ്റംസ് 3 ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ദിസ് NO2 ഗ്രൂപ്പ്, -I ഇഫക്റ്റ് ഓഫ് ദിസ് NO2 ഗ്രൂപ്പ് 3 കമ്പാരിറ്റീവ്ലി ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആണ്. പക്ഷെ ഇതിന്റെ ബേസിസിറ്റി അല്ലേ നമ്മൾ കമ്പയർ ചെയ്യുന്നത്. സോ നമ്മൾ നോക്കുന്നത് ഇതിൽ ഏതാണ് മോർ ഇലക്ട്രോൺ റിച്ച്, അയാളാണ് മോർ ബേസിക്. എന്തിനാണ്? ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതലുള്ളത് അയാളായിരിക്കും പെട്ടെന്ന് പ്രോട്ടോണിനെ അബ്സ്ട്രാക്ട് ചെയ്യുന്നത്, അയാളായിരിക്കും മോർ ബേസിക്. അപ്പോൾ ഈ കേസിൽ നമ്മൾ നോക്കുന്നത് NO2 ഗ്രൂപ്പിന്റെ പൊസിഷനിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. സോ നമുക്കറിയാം NO2 ഗ്രൂപ്പിന് 2 ഇഫക്റ്റ് ഉള്ള ഗ്രൂപ്പുകളാണ്. ഫസ്റ്റ് ഇഫക്റ്റ് എന്ന് പറഞ്ഞു നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, -I ഇഫക്റ്റ്. ആൻഡ് സെക്കൻഡ് ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ -R ഇഫക്റ്റ്. അപ്പോൾ -R ഇഫക്റ്റ് എന്താണ്? ഈ -R ഇഫക്റ്റ്, -R ഇഫക്റ്റും +R ഇഫക്റ്റും ശരിക്കും അത് റെസൊണൻസ് ഇഫക്റ്റുകളാണ്. അത് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും ഈ +R ഇഫക്റ്റും -R ഇഫക്റ്റും. ഒരു സിമ്പിൾ എക്സാമ്പിൾ വെച്ച് ഞാൻ കാണിച്ചു തരാം. ഇത് ഒരു അരോമാറ്റിക് സിസ്റ്റം. ഈ അരോമാറ്റിക് സിസ്റ്റത്തിൽ നമ്മളൊരു OCH3 ഗ്രൂപ്പ് വരുന്നു എന്ന് വിചാരിക്കുക. അടുത്ത സിസ്റ്റത്തിൽ ഒരു അരോമാറ്റിക് സിസ്റ്റം, ഈ അരോമാറ്റിക് സിസ്റ്റത്തിൽ ഒരു NO2 ഗ്രൂപ്പ് വരുന്നു എന്ന് വിചാരിക്കുക. N ഡബിൾ ബോണ്ട് O. ഈ 2 സിസ്റ്റം വെച്ച് നമുക്ക് കമ്പയർ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് കേസ് OCH3 വരുന്നതിൽ നമുക്ക് പറയാം ഈ സിസ്റ്റത്തിന് +R ഇഫക്റ്റ് ആണുള്ളത്. ആൻഡ് NO2 വരുന്ന ഈ സിസ്റ്റത്തിൽ നമുക്ക് പറയാം ദിസ് ഇസ് -R ഇഫക്റ്റ്. ഫസ്റ്റ് വൺ ഈസ് +R ഇഫക്റ്റ് ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് -R ഇഫക്റ്റ്. എങ്ങനെയാണ് വേർതിരിച്ചറിയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബെൻസീൻ റിംഗിൽ വരുന്ന സബ്സ്റ്റിറ്റ്യൂവന്റിൽ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട് എങ്കിൽ ഇറ്റ് ഓൾവേസ് ഗീവ് ഇലക്ട്രോൺസ് ടു ദ ബെൻസീൻ റിംഗ്. ഫോർ എക്സാമ്പിൾ ഈ OCH3 ഗ്രൂപ്പ് ഓക്സിജൻ ആറ്റത്തിൽ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ റെസൊണൻസ് വരുമ്പോൾ ഈ ഓക്സിജൻ ആറ്റം ഇലക്ട്രോണിനെ ഉള്ളിലേക്ക് കൊടുക്കും. So that is +R effect. A group that having lone pair of electrons directly attached to the aromatic system that gives electrons to the ബെൻസീൻ റിംഗ് അല്ലെങ്കിൽ അരോമാറ്റിക് സിസ്റ്റം. അത്തരം ഗ്രൂപ്പുകളെയാണ് നമ്മൾ +R ഇഫക്റ്റ് ഉള്ള ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത്. +R ഇഫക്റ്റ് ഉള്ള ഗ്രൂപ്പുകൾ വരികയാണെങ്കിൽ ബേസിസിറ്റി കൂടും.
ഇനി NO2 ഗ്രൂപ്പിന്റെ കേസ് എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ച് മൈനസ് ആർ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ അരോമാറ്റിക് സിസ്റ്റത്തിൽ മൾട്ടിപ്പിൾ ബോണ്ട് ഉള്ള ഗ്രൂപ്പുകളാണ് വരുന്നതെങ്കിൽ, ഫോർ എക്സാമ്പിൾ NO2 ഗ്രൂപ്പ് N ഡബിൾ ബോണ്ട് O ആണ്, CN ഗ്രൂപ്പ് C ട്രിപ്പിൾ ബോണ്ട് N ആണ്, CHO ഗ്രൂപ്പ് C ഡബിൾ ബോണ്ട് O H ഗ്രൂപ്പ് ആൽഡിഹൈഡ് ഗ്രൂപ്പ് കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ് NO2 ഗ്രൂപ്പ് സയനോ ഗ്രൂപ്പ്, ഇങ്ങനെയുള്ള മൾട്ടിപ്പിൾ ബോണ്ടുള്ള ഗ്രൂപ്പുകളാണ് അരോമാറ്റിക് സിസ്റ്റത്തിൽ വരുന്നതെങ്കിൽ ദാറ്റ് വിഡ്രോ ഇലക്ട്രോൺ ഫ്രം ദി അരോമാറ്റിക് റിംഗ്. അങ്ങനെ വരുന്ന കേസിൽ ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ റിംഗിൽ നിന്ന് ഇലക്ട്രോണിനെ ഇങ്ങോട്ട് എടുക്കും. സോ ദിസ് ഈസ് മൈനസ് ആർ ഇഫക്റ്റ്. ഈ രണ്ട് ക്രൈറ്റീരിയ നോക്കിയാൽ മതി. ബെൻസീൻ റിംഗിൽ അറ്റാച്ച് ചെയ്യുന്ന സബ്സ്റ്റിറ്റ്യൂവന്റിന് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ അത് റിംഗിലേക്ക് ഇലക്ട്രോണിനെ കോൺട്രിബ്യൂട്ട് ചെയ്യും, അതാണ് പ്ലസ് ആർ ഇഫക്റ്റ്. ഇനി മൾട്ടിപ്പിൾ ബോണ്ടുള്ള ഗ്രൂപ്പാണ് വരുന്നതെങ്കിൽ അത് റിംഗിൽ നിന്ന് ഇലക്ട്രോണിനെ വിഡ്രോ ചെയ്യും, ദാറ്റ് ഈസ് മൈനസ് ആർ ഇഫക്റ്റ്. ക്ലിയർ? അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ നോക്കുമ്പോൾ NO2 ഗ്രൂപ്പാണ്. ഇനി NO2 ഗ്രൂപ്പിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ NO2 ഗ്രൂപ്പ് മൈനസ് ഐ ഇഫക്റ്റ് ഉള്ള ഗ്രൂപ്പ് ആണെന്ന് പറഞ്ഞു, വിച്ച് ഇസ് ഇൻ ഓർത്തോ ആൻഡ് പാരാ പൊസിഷൻ. ഓർത്തോ പൊസിഷനിലും പാരാ പൊസിഷനിലും വരുമ്പോഴും അവിടെ രണ്ടിടത്തും മൈനസ് ഐ ഇഫക്റ്റും മൈനസ് ആർ ഇഫക്റ്റും വരും. അപ്പോൾ നമ്മുടെ അടുത്ത പോയിന്റ് എന്ന് വെച്ചാൽ NO2 ഗ്രൂപ്പ് വിച്ച് ഈസ് ഇൻ ഓർത്തോ ആൻഡ് പാരാ പൊസിഷൻ. ഓർത്തോ പൊസിഷനിലും പാരാ പൊസിഷനിലും വരുമ്പോഴും രണ്ട് ഇഫക്റ്റുകളും അവിടെ ഓപ്പറേറ്റ് ചെയ്യും. എന്ന് വെച്ചാൽ മൈനസ് ആർ ഇഫക്റ്റും ഓപ്പറേറ്റ് ചെയ്യും ആൻഡ് ഓൾസോ മൈനസ് ഐ ഇഫക്റ്റും ഓപ്പറേറ്റ് ചെയ്യും. ഈ രണ്ട് ഇഫക്റ്റും ടോട്ടൽ ഇഫക്റ്റ് എന്താണ്? ഇലക്ട്രോണിനെ വിഡ്രോ ചെയ്യുകയാണ്. അപ്പോൾ ഈ രണ്ട് ഇഫക്റ്റിലും ഇലക്ട്രോണിനെ വിഡ്രോ ചെയ്യുമ്പോൾ ഈ ഫിനോക്സൈഡ് അയോണിലെ O- ഇലക്ട്രോൺ ഡെൻസിറ്റി കുറവായിരിക്കും. പക്ഷേ NO2 ഗ്രൂപ്പ് വിച്ച് ഈസ് ഇൻ ദ മെറ്റാ പൊസിഷനിലാണ് NO2 ഗ്രൂപ്പ് വരുന്നതെങ്കിൽ അവിടെ ഓൺലി മൈനസ് ഐ ഇഫക്റ്റുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. സോ ഇവിടെ ഇതാണ് നമ്മൾ ഓർത്ത് വെക്കേണ്ട കാര്യം. NO2 ഗ്രൂപ്പ് എന്ന് വെച്ചാൽ മൈനസ് ഐ ഇഫക്റ്റ് ഉള്ള ഗ്രൂപ്പാണ്. ഓർത്തോ പാരാ പൊസിഷനിൽ വരുമ്പോൾ മൈനസ് ഐ ഇഫക്റ്റും മൈനസ് ആർ ഇഫക്റ്റും രണ്ട് ഇഫക്റ്റും ഓപ്പറേറ്റ് ചെയ്യും. സോ ടോട്ടൽ ഇലക്ട്രോൺ ഡെൻസിറ്റി കമ്പാരിറ്റീവ്ലി ഇവർക്ക് കുറവായിരിക്കും. ഇനി രണ്ടാമത്തത് NO2 ഗ്രൂപ്പ് വിച്ച് ഈസ് ഇൻ ദ മെറ്റാ പൊസിഷൻ, അവിടെ ഉള്ളി മൈനസ് ഐ ഇഫക്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് മൂന്നും കൂടി കമ്പയർ ചെയ്യുമ്പോൾ മെറ്റാ പൊസിഷനിലാണ് NO2 ഗ്രൂപ്പ് വരുന്നത്, ഇതായിരിക്കും കമ്പാരിറ്റീവ്ലി ഇലക്ട്രോൺ റിച്ച്. സോ നമുക്ക് ഇതിനകത്ത് നിന്ന് ഐഡന്റിഫൈ ചെയ്യാം ദ സെക്കൻഡ് മോളിക്യൂൾ വിച്ച് ഈസ് മോർ ബേസിക്, കാരണം അതിനകത്ത് മൈനസ് ഐ ഇഫക്റ്റ് മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ ഫസ്റ്റ് മോളിക്യൂളും തേർഡ് മോളിക്യൂളും കമ്പയർ ചെയ്യാണെന്ന് വിചാരിച്ചു. ഫസ്റ്റ് മോളിക്യൂളിൽ ഞാൻ പറഞ്ഞു മൈനസ് ഐ ഇഫക്റ്റും മൈനസ് ആർ ഇഫക്റ്റും ഉണ്ട്, തേർഡ് മോളിക്യൂളിലും മൈനസ് ഐ ഇഫക്റ്റും മൈനസ് ആർ ഇഫക്റ്റും ഉണ്ട്. അപ്പോൾ ഈ രണ്ട് ഇഫക്റ്റും ഒരുമിച്ച് ഈ മോളിക്യൂളിൽ ഓപ്പറേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. ഇനി ഈ രണ്ട് ഇഫക്റ്റുകളും നമ്മളൊന്ന് കമ്പയർ ചെയ്താൽ നമ്മൾ പഠിക്കുന്നതാണ് ഇൻഡക്റ്റീവ് ഇഫക്റ്റ് ഇസ് എ ഡിസ്റ്റൻസ് ഇഫക്റ്റ്. ഡിസ്റ്റൻസ് ഫ്രം ദി സെന്റർ, അതായത് പോസിറ്റീവ് ചാർജോ നെഗറ്റീവ് ചാർജോ ഉള്ള സ്പീഷീസിൽ നിന്ന് ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് ആ ഇഫക്റ്റിന്റെ ടെൻഡൻസി കുറഞ്ഞു വരും. അപ്പോൾ ഇവിടെ O- നമ്മൾ നോക്കുകയാണെങ്കിൽ ഓർത്തോ പൊസിഷനിൽ NO2 ഈസ് മോർ ക്ലോസർ ടു ദിസ് ഫിനോക്സൈഡ് അയോൺ. അപ്പോൾ മൈനസ് ഐ ഇഫക്റ്റ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ മൈനസ് ഐ ഇഫക്റ്റ് കൂടുതൽ വരുന്നത് ഈ ഓർത്തോയിലായിരിക്കും. പാരാ പൊസിഷൻ എന്ന് പറയുമ്പോൾ ഇത്രയും ഡിസ്റ്റൻസ് അതിൽ വരുന്നുണ്ട്. അപ്പോൾ ഇൻഡക്റ്റീവ് ഇഫക്റ്റ് ഓർത്തോയേക്കാളും കമ്പാരിറ്റീവ്ലി കുറവ് വരുന്നത് തേർഡ് വണ്ണിലായിരിക്കും. അപ്പോൾ നമുക്ക് ബേസിസിറ്റിയുടെ ഓർഡർ ആയില്ലേ. അപ്പോൾ മോർ ഇലക്ട്രോൺ റിച്ച് എന്ന് പറയുന്നത് സെക്കൻഡ് മോളിക്യൂൾ ആയിരിക്കും, പിന്നെ ഇലക്ട്രോൺ റിച്ച് വരുന്നത് തേർഡ് മോളിക്യൂൾ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ ഇലക്ട്രോൺ ഡെൻസിറ്റി വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ദ ഓർഡർ ഓഫ് ഇലക്ട്രോൺ ഡെൻസിറ്റി സെക്കൻഡ് മോളിക്യൂൾ ഹാവിംഗ് മോർ ഇലക്ട്രോൺ റിച്ച് and then is third molecule, then finally this belongs to first molecule. So ഇതാണ് ഇലക്ട്രോൺ ഡെൻസിറ്റിയുടെ ഓർഡർ. ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുക എന്ന് വെച്ചാൽ പ്രോട്ടോൺ അബ്സ്ട്രാക്ഷൻ കൂടും, പ്രോട്ടോൺ അബ്സ്ട്രാക്ഷൻ കൂടുക എന്ന് വെച്ചാൽ ബേസിസിറ്റി കൂടും. So the order of basicity is 2 is more basic than 3 and this is 1. So this is the answer. Clear? Okay, then we are moving to next question.
Then we are moving to the third question. Consider the statements about the following structures x and y. അപ്പോൾ നമുക്ക് രണ്ട് സ്ട്രക്ചേഴ്സ് തന്നിട്ടുണ്ട്, എക്സ് തന്നിട്ടുണ്ട്, വൈ തന്നിട്ടുണ്ട്. ഓപ്ഷൻ ഫസ്റ്റ് കണ്ടീഷൻ എക്സ് ആൻഡ് വൈ ആർ റെസൊണന്റ് സ്ട്രക്ചേഴ്സ് and B is x and y are tautomers, and C is y is more basic than x, and D is x is more basic than y. Correct statements identify ചെയ്യാനാണ് നമ്മൾ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഈ ഓപ്ഷനുള്ള ആൾക്കാർ എന്തൊക്കെയാണെന്ന് പരിചയപ്പെടാം. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ പറയുന്നത് എക്സ് ആൻഡ് വൈ ആർ റെസൊണന്റ് സ്ട്രക്ചേഴ്സ്. നമ്മളിപ്പോൾ കുറേ കേസിൽ പറഞ്ഞു റെസൊണന്റ് സ്ട്രക്ചേഴ്സിനെ കുറിച്ച്. നമ്മളിപ്പോൾ 2-3 കേസിൽ നമ്മൾ റെസൊണന്റ് സ്ട്രക്ചേഴ്സ് ഒക്കെ എഴുതി അല്ലെ. അപ്പോൾ ശരിക്കും ഈ റെസൊണൻസ് എന്ന് പറഞ്ഞാൽ റെസൊണന്റ് സ്ട്രക്ചേഴ്സ് ആവാനുള്ള കണ്ടീഷൻ എന്താണ്? ഒരു രണ്ട് സ്ട്രക്ചർ റെസൊണന്റ് സ്ട്രക്ചേഴ്സ് ആവാനുള്ള കണ്ടീഷൻ നമ്മൾ ബേസിക് ക്രൈറ്റീരിയ പറഞ്ഞു, കോമ്പൗണ്ട് പ്ലാനാർ ആയിരിക്കണം. ഇനി ഈ റെസൊണന്റ് സ്ട്രക്ചേഴ്സിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ റെസൊണന്റ് സ്ട്രക്ചേഴ്സിൽ ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റുകൾ മാത്രമേ നടക്കുള്ളൂ. ദർ ഇസ് നോ മൂവ്മെന്റ് ഓഫ് ആറ്റംസ്, ഓൺലി ദ മൂവ്മെന്റ് ഓഫ് ഇലക്ട്രോൺസ്. ഇലക്ട്രോൺസ് അത് മെയിൻ ആയിട്ടും പൈ ഇലക്ട്രോൺസ് ആയിരിക്കും മൂവ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ റെസൊണന്റ് സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഫിനോക്സൈഡ് അയോൺ നമ്മളൊന്ന് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ദിസ് ഇസ് ഫിനോക്സൈഡ് അയോൺ, O മൈനസ് അയോൺ. അപ്പോൾ ഇതിന്റെ റെസൊണന്റ് സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ ഈ ഇലക്ട്രോൺസ് പൈ ഇലക്ട്രോൺസ് ഇങ്ങനെ മൂവ് ചെയ്യുന്നു. സോ ഈ പൈ ബോണ്ട് ഈ കാർബണിലേക്ക് മൂവ് ചെയ്യുന്നു. അടുത്ത കണ്ടീഷൻ വരുമ്പോൾ ഈ നെഗറ്റീവ് ചാർജ് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നു, ഈ പൈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. അതായത് റെസൊണൻസിന്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഓൺലി ദ മൂവ്മെന്റ് ഓഫ് പൈ ഇലക്ട്രോൺസ്. ഇവിടെയുള്ള ഓക്സിജനോ ഇവിടെയുള്ള കാർബണോ അങ്ങനെ പൊസിഷൻ ഒന്നും മൂവ് ചെയ്യുന്നില്ല. അതാണ് റെസൊണൻസ് എന്ന് പറഞ്ഞാൽ. അങ്ങനെയുള്ള സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ റെസൊണന്റ് സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ കണ്ടീഷനിൽ നമ്മൾ പറയുന്നത് ടോട്ടോമേഴ്സ്. ടോട്ടോമേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡിഗ്രി ലെവലിലൊക്കെ പഠിക്കുന്നതാണ് കീറ്റോ ഈനോൾ ടോട്ടോമറിസം. ടോട്ടോമേഴ്സിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലി മൂവ്മെന്റ് ഓഫ് ആറ്റംസ്. only movement of atom, there is no movement of electrons. അപ്പോൾ രണ്ടും തിരിച്ചു ഓർത്ത് വെച്ചാൽ മതി. റെസൊണന്റ് സ്ട്രക്ചേഴ്സ് എന്ന് പറയുമ്പോൾ മൂവ്മെന്റ് ഓഫ് ഇലക്ട്രോൺസ്, നോ മൂവ്മെന്റ് ഓഫ് ആറ്റം. ആൻഡ് ഇൻ ദ കേസ് ഓഫ് ടോട്ടോമേഴ്സ് there is only movement of atoms, no movement of electrons. അപ്പോൾ ആ കണ്ടീഷൻ ബാക്കി നമുക്ക് അറിയാവുന്നതാണ്. ബേസിക് ഏതാണ്, ബേസിക് അസിഡിറ്റിയുടെ കാര്യങ്ങൾ നമ്മളിപ്പോൾ പഠിച്ചു. ഇനിയിപ്പോൾ നമുക്ക് ആ സ്ട്രക്ചറിലേക്ക് പോകാം. അപ്പോൾ ഞാൻ എക്സ് എന്ന് പറയുന്ന ഈ സ്ട്രക്ചർ ഒന്ന് എടുത്തെഴുതുകയാണ്. എക്സ് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്, പി എച്ച്, ദിസ് ഇസ് CH2. ഇത് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഇത് CH2 ആണെന്നാണ്. ദിസ് ഈസ് CH2 ഗ്രൂപ്പ്. ദെൻ CH2 ഗ്രൂപ്പിൽ അറ്റാച്ച് ചെയ്ത് വന്നിരിക്കുന്നത് ദിസ് ഈസ് C ട്രിപ്പിൾ ബോണ്ട് N സൈനോ ഗ്രൂപ്പ്. ഇതാണ് ബി എന്ന് പറയുന്ന മോളിക്യൂൾ, സോറി എക്സ് എന്ന് പറയുന്ന മോളിക്യൂൾ. ഈ എക്സ് എന്ന് പറയുന്ന മോളിക്യൂളിൽ ഞാനൊരു റീഅറേഞ്ച്മെന്റ് കാണിച്ചു തരാം. റീഅറേഞ്ച്മെന്റ് അല്ല, മൂവ്മെന്റ് ഓഫ് ആറ്റംസ്. ഈ ഡബിൾ ബോണ്ട്, അതായത് ഈ കാർബൺ ഹൈഡ്രജനും തമ്മിലുള്ള ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. അപ്പൊ ടോട്ടലി ഈ സെന്ററിൽ വരുന്ന കാർബൺ, ദിസ് കാർബൺ, ഈ കാർബണിന്റെ വാലൻസി 5 ആവും. അപ്പോൾ കാർബൺ 5 വാലന്റ് അല്ലല്ലോ, 4 വാലന്റ് അല്ലേ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ മൾട്ടിപ്പിൾ ബോണ്ട് നൈട്രജനിലേക്ക് മാറും. അപ്പൊ നമ്മൾ ഈ സ്ട്രക്ചർ നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ വരും. PH ഉണ്ട്, ഇവിടെ കാർബൺ ഉണ്ട്, ഇവിടെ ഹൈഡ്രജൻ ഉണ്ട്, ഇവിടുന്ന് ഒരു ഹൈഡ്രജൻ പോയി, ദാറ്റ് ഈസ് H+ ആയിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. ഇവിടെ ദിസ് ബിക്കം ഡബിൾ ബോണ്ട് ആയി, ഇവിടെ കാർബൺ ആയി, ദിസ് ബിക്കം ഡബിൾ ബോണ്ട് N ആയി, മൈനസ് ആയി, ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ ഒരു പോസിറ്റീവ് H+ കണ്ടു, ഇവിടെ ഒരു നെഗറ്റീവ് നൈട്രജൻ ഉണ്ട്. ഇവർ തമ്മിൽ എന്ത് ചെയ്യും? ഒരു ബോണ്ട് ഫോം ചെയ്യും. അപ്പോൾ നമ്മുടെ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ വരയ്ക്കാം? ദിസ് ഈസ്, ഇവിടെ PH ഉണ്ട്, ഇവിടെ കാർബൺ ഡബിൾ ബോണ്ട് കാർബൺ, ദിസ് ഈസ് ഡബിൾ ബോണ്ട് NH. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് സ്ട്രക്ചറിൽ നിന്ന് സെക്കൻഡ് സ്ട്രക്ചർ എത്തിയില്ലേ? അപ്പോൾ ഇവിടെ എന്താ നടക്കുന്നത്? മൂവ്മെന്റ് ഓഫ് ആറ്റംസ്, ആറ്റംസ് മൂവ് ചെയ്യാണ്. സോ എക്സ് ആൻഡ് വൈ ആർ ടോട്ടോമേഴ്സ്. എക്സും വൈയും ടോട്ടോമേഴ്സ് ആണ്. മനസ്സിലായോ? ആ ഒരു ഇത് എക്സും വൈയും ടോട്ടോമേഴ്സ് ആണ്. അപ്പോൾ ഒന്നാമത്തേത് നമ്മൾ കണ്ടുപിടിച്ചു, എക്സ് ആൻഡ് വൈ, ദിസ് ഈസ് നോട്ട് കറക്റ്റ്. എക്സും വൈയും റെസൊണന്റ് സ്ട്രക്ചേഴ്സ് അല്ല, പകരം എക്സ് ആൻഡ് വൈ ആർ ടോട്ടോമേഴ്സ് ആണെന്ന് കണ്ടുപിടിച്ചു. ഇനി നമ്മൾ നോക്കുന്നത് അസിഡിക്. ഇനി ഇതിലെ മോർ ബേസിക് ഏതാണെന്നാണ് നോക്കുന്നത്. ഇനി ഈ ബേസിസിറ്റി, അസിഡിറ്റി ഇതിനെയൊക്കെ ബാധിക്കുന്ന വേറൊരു
ഫാക്ടർ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ പ്ലസ് ഐ ഇഫക്റ്റ് മൈനസ് ഐ ഇഫക്റ്റ് ഇതൊക്കെ പറഞ്ഞ സമയത്ത് പറയാൻ വിട്ടുപോയൊരു ഫാക്ടറാണ് ഹൈബ്രിഡൈസേഷൻ. ഹൈബ്രിഡൈസേഷൻ നമുക്കറിയാം, ഹൈബ്രിഡൈസേഷൻ നമ്മൾ പഠിക്കുന്നതാണ്. sp3 ഹൈബ്രിഡൈസേഷൻ ഉണ്ട്, sp2 ഹൈബ്രിഡൈസേഷൻ ഉണ്ട്, sp ഹൈബ്രിഡൈസേഷൻ ഉണ്ട്. അപ്പോൾ ഈ ഹൈബ്രിഡൈസേഷനിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹൈബ്രിഡൈസേഷൻ ഇപ്പൊ നമ്മൾ ഓരോ ഹൈബ്രിഡൈസേഷനും നമ്മളൊന്ന് കമ്പയർ ചെയ്യാണെന്ന് വിചാരിച്ചു. ഫസ്റ്റ് നമ്മൾ പറയുന്നത് ദിസ് ഈസ് sp3 ഹൈബ്രിഡൈസേഷൻ. sp3 ഹൈബ്രിഡൈസേഷൻ അറിയാം, 1s ഓർബിറ്റലും 3p ഓർബിറ്റലും കൂടി മിക്സ് ചെയ്തിട്ടാണ് sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ഉണ്ടാവുന്നത്. ഈ sp3 ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുമ്പോൾ 25% s ക്യാരക്ടറും 75% p ക്യാരക്ടറുമാണ് sp3 ഹൈബ്രിഡൈസേഷൻ. Okay, then we are moving to second one, sp2 hybridization. sp2 hybridization എന്ന് പറയുമ്പോൾ 33% of s character, 67% of p character. ഇതാണ് sp2 hybridization. And finally sp hybridization, that is 50% of s character and also 50% of p character. അപ്പോൾ ഈ ഹൈബ്രിഡൈസേഷനും ബേസിസിറ്റിയും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. അതായത് എസ് ക്യാരക്ടർ കൂടുന്നതിനനുസരിച്ച് ബേസിസിറ്റി കൂടും. നമുക്കറിയാം എസ് ഓർബിറ്റൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ന്യൂക്ലിയസുമായിട്ട് കൂടുതൽ അടുത്ത് നിൽക്കുന്നതാണ്. മീൻസ് ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി കൂടുതലുള്ളതാണ്. അപ്പോൾ പെർസെൻറ്റേജ് ഓഫ് എസ് ക്യാരക്ടർ എന്ന് പറയുന്നത് നമുക്ക് ഇതിൽ നിന്ന് കൺക്ലൂഡ് ചെയ്യാം. പെർസെൻറ്റേജ് ഓഫ് എസ് ക്യാരക്ടർ ഈസ് directly proportional to basicity. Basicity S ക്യാരക്ടറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതായത് എസ് ക്യാരക്ടർ കൂടുന്നതിനനുസരിച്ച് ബേസിക് നേച്ചർ കൂടും. കാരണം ബേസ് എന്ന് വെച്ചാൽ ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്യുന്ന ആൾക്കാരാണ്. ബേസിസിറ്റി കൂടും. അതായത് പ്രോട്ടോണിനെ അബ്സ്ട്രാക്ട് ചെയ്യുന്ന ആൾക്കാരാണ്. പ്രോട്ടോണിനെ അബ്സ്ട്രാക്ട് ചെയ്യാന്ന് വെച്ചാൽ ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പെർസെൻറ്റേജ് ഓഫ് എസ് ക്യാരക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ബേസിസിറ്റി ആണെങ്കിൽ ഇവിടുന്ന് തന്നെ നമുക്ക് അടുത്ത കൺക്ലൂഷനിലെത്താം. പെർസെൻറ്റേജ് ഓഫ് എസ് ക്യാരക്ടർ എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എസിഡിറ്റി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുമ്പോൾ ഈ രണ്ട് മോളിക്യൂൾ, ഈ ഇവിടെ C-ട്രിപ്പിൾ, ഇവിടെ നൈട്രജൻ ആണ് ബേസിക് ആയിട്ട് വരുന്നത് ഫസ്റ്റ് ഇതിലും, ആൻഡ് സെക്കൻഡ് മോളിക്യൂളിലും നൈട്രജൻ ഈസ് മോർ ബേസിക് അല്ലെ. നൈട്രജനിലല്ലേ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉള്ളത്. സോ നൈട്രജൻ ആണ് ബേസിക്. ഇൻ CN വരുന്നത് കൊണ്ട് ദിസ് ഈസ് ട്രിപ്പിൾ ബോണ്ട്. സോ ദിസ് ഈസ് ഇൻ sp ഹൈബ്രിഡൈസേഷൻ ആണ്. ആൻഡ് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ദിസ് ഈസ് ഡബിൾ ബോണ്ട്, ദിസ് ഈസ് sp2 ഹൈബ്രിഡൈസേഷൻ ആണ് അല്ലെ. അപ്പോൾ എസ് ക്യാരക്ടർ കൂടുതൽ വരുന്നത് ഇയാൾക്കാണ്. അപ്പോൾ എസ് ക്യാരക്ടർ കൂടുന്നതിനനുസരിച്ച് പെർസെൻറ്റേജ് ഓഫ് എസ് ക്യാരക്ടർ ഈസ് പ്രപ്പോർഷണൽ ടു എന്ന് നമ്മൾ പറഞ്ഞു. സോ ബേസിക് എന്ന് പറഞ്ഞാൽ എക്സ് ഈസ് മോർ ബേസിക് ദാൻ. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എക്സും വൈയും ടോട്ടോമേഴ്സും ആണ്. എക്സ് ഈസ് മോർ ബേസിക് ദാൻ. സോ ഇതാണ് നമ്മുടെ ബേസിക്. ഇപ്പോൾ ഇതിലുള്ള കാര്യങ്ങൾ മനസ്സിലായോ? Oh, sorry, there is a mistake. The percentage of S character is in proportional to not basicity. It is proportional to acidity. Sorry, this is percentage of S character is proportional to acidity ആണ്. So ഇവിടെ S character, the first molecule S character പറയുമ്പോൾ percentage of S character is proportional to acidity. So in this first molecule, this is in hybridization. This is in sp hybridization, and this case this is in sp2 hybridization. So compared to this is more sp2 hybridization. Percentage of S character is directly proportional to acidity. That is, I will explain once more. Sorry. That is percentage of S character. Percentage of S character is directly proportional to acidity.
and is inversely proportional to basicity. അപ്പോൾ S character കൂടുതലുള്ളത് ഫസ്റ്റ് മോളിക്യൂളിലാണ്, which is in sp hybridization, and the second molecule that is in sp2 hybridization. So S character കൂടുമ്പോൾ acidity കൂടും. So the first molecule is more acidic, so the second molecule is more basic. So the answer is X and Y are tautomers and Y is more basic than X. So the answer is B and C. Is it clear? Percentage of S character is directly proportional to acidity. That's my mistake. Sorry. Then we are moving to next question. This is so the next question, the increasing order of pK values of the circle hydrogen in the following compound is. So ഇവിടെ pK value തന്നെയാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ആസിഡ് സ്ട്രെങ്തിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ഫാക്ടർ കൂടി നമുക്ക് പരിചയപ്പെടാം. ഫോർ എക്സാമ്പിൾ, അക്കോർഡിംഗ് ടു ദ അറീനിയസ് കൺസെപ്റ്റ്, ആസിഡ് എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് HA that is dissolved in water, വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്നു. സോ acid acid according to this concept, acids are proton donors, so this become H plus out. This H plus is coordinated, then this become H3O plus plus A minus. This become H3O plus and A minus form ചെയ്യും. So according to the law of equilibrium, the equilibrium constant, acid dissociation constant, K is equal to equilibrium constant, K is equal to concentration of H3O plus into concentration of A minus concentration of H3O plus into concentration of A minus divided by concentration of H2O. So this is the equilibrium. According to the law of equilibrium, equilibrium constant K is equal to concentration of H3O plus into concentration of A minus divided by concentration of H2O. So concentration of H2O is a constant. Concentration of H2O, that is around 55.5. That it is a constant. So this Ka into this concentration of H2O, that is equal to concentration of H3O plus into concentration of A minus. Okay, and this K into concentration of water is also a constant, that is called Ka. Ka is the acid dissociation constant. So acid in the strength, Ka എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് എഴുതാം Ka is equal to concentration of H3O plus into concentration of A minus. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ആസിഡ് എന്ന് പറഞ്ഞാൽ H പ്ലസിനെ ഡൊണേറ്റ് ചെയ്ത് A മൈനസ് ആവുന്നു. എന്ന് വെച്ചാൽ A മൈനസിന്റെ കോൺസെൻട്രേഷൻ കൂടുന്നതിനനുസരിച്ച് K വാല്യൂ കൂടുന്നു. മോർ അസിഡിക് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഡിസോസിയേഷൻ H പ്ലസിനെ കളഞ്ഞിട്ട് A മൈനസ് ആയിട്ട് മാറും. അപ്പോൾ നമ്മുടെ കൺക്ലൂഷൻ ഇതാണ്, ആസിഡ് ക്യാരക്ടർ എന്ന് പറയുന്നത് അസിഡിറ്റി ഓർ ആസിഡ് ക്യാരക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ആസിഡ് ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് Ka. Conclusion, acid character is directly proportional to the so equilibrium constant K is equal to concentration of H3O plus
into concentration of A minus divided by concentration of HA into concentration of H2O. This concentration of H2O. So concentration of H2O is also a constant. So നമ്മൾ ഇത് arrange ചെയ്യുന്നു. That is K into concentration of H2O is equal to concentration of H3O plus into concentration of A minus divided by concentration of HA. So this K into concentration of water. Concentration of water is 55.5. So it is multiplied with this K, that is called acid dissociation constant Ka, that is equal to concentration of H3O plus into concentration of A minus divided by concentration of HA. അതായത് ആസിഡിന്റെ സ്ട്രെങ്ത് ഇറ്റ് ഈസ് ഡിപ്പെൻഡ്സ് ഓൺ Ka. മോർ അസിഡിക് ആണെങ്കിൽ HA to A മൈനസ് അയോണൈസേഷൻ വളരെ എളുപ്പമായിരിക്കും. സോ ഫോർവേഡ് റിയാക്ഷന്റെ റേറ്റ് കൂടും. സോ ആസിഡ് ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ഈസ് ഡയറക്ട്ലി റിലേറ്റഡ് ടു ദിസ് ആസിഡ് Ka വാല്യൂ. അതായത് ആസിഡ് Ka increases, acid strength increases. K increases, acid strength also increases. K increase ചെയ്യുന്നതിനനുസരിച്ച് acid strength increase ചെയ്യുന്നു. Then we are moving to ഇനി ഇതിൽ K എന്ന് പറഞ്ഞാൽ pKa is connected to this pKa value and also pKa is minus logarithm of Ka. pKa is minus logarithm of Ka. So we are comparing this Ka value and pKa value. We can compare more acidic a compound is said to be more acidic. ഒന്നാമത്തെ condition എന്ന് പറഞ്ഞാൽ it should be high Ka value. First is it should be high Ka value and the second one is low pKa value. ഹൈ Ka വാല്യൂ ആയിരിക്കണം ആൻഡ് ലോ pKa വാല്യൂ ആയിരിക്കണം. അങ്ങനെയുള്ള കോമ്പൗണ്ട് ആയിരിക്കും മോർ അസിഡിക് ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മളോട് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് വെച്ചാൽ ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് pKa വാല്യൂ ഓഫ് ദി സർക്കിൾഡ് ഹൈഡ്രജൻസ് ഇൻ ദ ഫോളോയിങ് കോമ്പൗണ്ട്സ് ആണ്. അപ്പോൾ സർക്കിൾഡ് ഹൈഡ്രജൻ, ഇവിടെ ഒരു സർക്കിൾഡ് ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ ഒരു സർക്കിൾഡ് ഹൈഡ്രജൻ ഉണ്ട് ആൻഡ് ഓൾസോ ഇവിടെ ഒരു സർക്കിൾഡ് ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ സർക്കിൾഡ് ഹൈഡ്രജന്റെ ആസിഡ് സ്ട്രെങ്ത് ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ഈ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നമ്മൾ നോക്കാം. അപ്പോൾ ഇതിൽ pKa വാല്യൂ കൂടുതലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് pKa വാല്യൂ ആണ് എന്ന് വെച്ചാൽ ഏറ്റവും ലീസ്റ്റ് അസിഡിക് ആയിട്ടുള്ള ആൾക്കായിരിക്കും മോർ pKa വാല്യൂ വരുന്നത്. ലീസ്റ്റ് അസിഡിക് കോമ്പൗണ്ട് ഹാവ് മോർ pKa വാല്യൂ. അപ്പോൾ നമ്മൾ ഇതിൽ കണ്ടുപിടിക്കേണ്ട ഓർഡർ എന്ന് വെച്ചാൽ മോർ ബേസിക് ആയിട്ടുള്ള കോമ്പൗണ്ട് ഏതാണെന്നാണ്. ശരിക്കും ഇൻക്രീസിംഗ് വാല്യൂ ഓഫ് pKa എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിസിറ്റിയുടെ ഓർഡർ ആണ്. ഏറ്റവും മോർ ബേസിക് ഏതാണ്, then സെക്കൻഡ് ബേസിക് ഏതാണ്, then തേർഡ് ബേസിക് ഏതാണ്, ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് ഓക്കെ. അപ്പോൾ ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ മൂന്ന് കോമ്പൗണ്ട് നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ഈ കോമ്പൗണ്ടിൽ നമുക്കറിയാം ബേസിക് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ബേസിക് ഇപ്പോൾ ലീസ്റ്റ് അസിഡിക് ആയിട്ടുള്ള ആളാരാണ്, മോസ്റ്റ് അസിഡിക് ആയിട്ടുള്ള ആളാണ്. അപ്പോൾ pKa വാല്യൂ എന്ന് പറഞ്ഞാൽ അസിഡിറ്റി കുറവുള്ള ആള്. അപ്പോൾ ഈ മൂന്നെണ്ണം നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് 3 സർക്കിൾഡ് ഹൈഡ്രജൻ ആറ്റംസ് കാണുന്നുണ്ട്. ഈ 3 സർക്കിൾഡ് ഹൈഡ്രജൻ ആറ്റത്തിൽ മോർ അസിഡിക് ഏതാണെന്ന് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ബിക്കോസ് ദ സെക്കൻഡ് മോളിക്യൂൾ നമ്മൾ നോക്കുകയാണെങ്കിൽ സെക്കൻഡ് വണ്ണിൽ ഒരു CN ഗ്രൂപ്പ് ഉണ്ട്, സയനോ ഗ്രൂപ്പ് മീൻസ് ട്രിപ്പിൾ ബോണ്ട് എന്നുള്ള ഒരു സ്ട്രോങ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ഒരു സ്ട്രോങ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പുള്ള ഇത് വരുമ്പോൾ ഈ പ്രോട്ടോൺ എന്ന് പറഞ്ഞാൽ മോർ അസിഡിക് ആണ്. അതും ആ സ്ട്രോങ് ഇലക്ട്രോൺ വിഡ്രോയിങ് എഫക്റ്റ് ഉള്ള ഗ്രൂപ്പ് ദാറ്റ് ഈസ് ഡയറക്ട്ലി അറ്റാച്ച്ഡ് ടു ദിസ് നൈട്രജൻ ആറ്റം ആയിരിക്കും.
അപ്പൊ അതുകൊണ്ട് തന്നെ അത് ആ പ്രോട്ടോണിൽ നിന്ന് ഇലക്ട്രോണിനെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് വിഡ്രോ ചെയ്യും. സോ ദിസ് ഹൈഡ്രജൻ ഈസ് മോസ്റ്റ് അസിഡിക്. സോ ദ കോമ്പൗണ്ട് 2 ആണ്. കോമ്പൗണ്ട് 2 ഈസ് മോസ്റ്റ് അസിഡിക് കോമ്പൗണ്ട് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് most acidic due to the presence of minus I effect of CN group. CN ഗ്രൂപ്പിന്റെ മൈനസ് ഐ ഇഫക്റ്റ് കാരണം ഈ കോമ്പൗണ്ട് സെക്കൻഡ് കോമ്പൗണ്ട് ആണ് മോർ അസിഡിക്. മോർ അസിഡിക് മീൻസ് ഇതിൽ ലോവർ pK വാല്യൂ ആണ്. ആൻഡ് നമ്മൾ ഇനി 1ഉം 3ഉം കൂടി നമ്മൾ കമ്പയർ ചെയ്യാണ്. അപ്പോൾ ഇതിനകത്ത് നിന്ന് പ്രോട്ടോൺസ് റിമൂവ് ചെയ്യണം. അപ്പോൾ നമ്മൾ അസിഡിറ്റി ബേസിസിറ്റി കണ്ടുപിടിക്കാൻ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ മോർ അസിഡിക് ആയിട്ടുള്ള പ്രോട്ടോണിനെ കണ്ടുപിടിക്കുന്നു, ആ പ്രോട്ടോണിനെ റിമൂവ് ചെയ്യുന്നു. അപ്പോൾ ഫസ്റ്റ് മോളിക്യൂൾ നമ്മൾ എടുത്തു, C double bond O, this is double bond O, this N, this is Me, this is hydrogen. അപ്പോൾ ഇതിനകത്ത് നിന്ന് മോർ അസിഡിക് ആയിട്ടുള്ള പ്രോട്ടോണിനെ റിമൂവ് ചെയ്യാന്ന് വെച്ചാൽ ദിസ് H മൈനസ് ആയിട്ട് പോകുന്നു. സോ ദിസ് ബിക്കം ഡബിൾ ബോണ്ട്, ഇവിടെ നെഗറ്റീവ് ചാർജ്, ഇവിടെ ഒരു ഡബിൾ ബോണ്ട്, ദിസ് ബിക്കം NMe ഡബിൾ ബോണ്ട് അല്ല, ഇങ്ങനെ വരും. അപ്പോൾ ഈ കോമ്പൗണ്ട് ഇങ്ങനെ ഒരു കോഞ്ചുഗേറ്റ് ബേസ് ഉണ്ടാവുന്നു. ഈ കോഞ്ചുഗേറ്റ് ബേസ് ഈ നെഗറ്റീവ് ചാർജ് ലോക്കലൈസ് ചെയ്യല്ല, ഇറ്റ് ഈസ് ഡീലോക്കലൈസ്. ഇത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ഓക്സിജൻ O മൈനസിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് എങ്ങനെ കിട്ടും ഫൈനൽ സ്ട്രക്ചർ? C ഡബിൾ ബോണ്ട് O ആകുന്നു, ഇത് ഡബിൾ ബോണ്ട് ആകുന്നു, ആൻഡ് C ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു, ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. സോ നമ്മുടെ സ്ട്രക്ചർ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഡബിൾ ബോണ്ട്, ദിസ് ബിക്കം O മൈനസ്, ആൻഡ് ദിസ് ഈസ് ഡബിൾ ബോണ്ട്, ഇത് N. അപ്പോൾ ഈ ഒരു സ്ട്രക്ചർ ഫസ്റ്റ് പ്രോട്ടോണിനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ടാകും. ഈ നെഗറ്റീവ് ചാർജ് ഇങ്ങനെ ഡീലോക്കലൈസ് ചെയ്ത് O മൈനസിലേക്ക് പോകും. കാർബണിൽ നെഗറ്റീവ് ചാർജ് നിൽക്കുന്നതിലും സ്റ്റേബിൾ ആണ് ഓക്സിജനിലെ നെഗറ്റീവ് ചാർജ് നിൽക്കുന്നത്, ബിക്കോസ് ഓക്സിജൻ ഈസ് മോർ ഇലക്ട്രോ നെഗറ്റീവ് ആറ്റം. ഇത് ഇങ്ങനെ ഒരു രീതിയിൽ സ്റ്റെബിലൈസ് ചെയ്യാം. അല്ലെങ്കിൽ ഈ നെഗറ്റീവ് ചാർജ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാം. അപ്പൊ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഓക്സിജൻ ഇങ്ങോട്ട് മാറും. അപ്പോൾ അതിന്റെ റെസൊണൻസ് സ്ട്രക്ചേഴ്സ്, സ്റ്റെബിലൈസേഷൻ സ്ട്രക്ചേഴ്സ് നമ്മൾ വരയ്ക്കുമ്പോൾ ഇത് ഒന്നുകിൽ ഇങ്ങനെ നിൽക്കും, ഇത് ഡബിൾ ബോണ്ട് ആകും, ദിസ് ബിക്കം O മൈനസ് അല്ലെ. അപ്പൊ ഇതാണ് രണ്ടാമത്തെ മോളിക്യൂള്. രണ്ടാമത്തെ മോളിക്യൂളിൽ നിന്ന് നമ്മൾ ഒരു പ്രോട്ടോണിനെ റിമൂവ് ചെയ്തു. പ്രോട്ടോൺ റിമൂവ് ചെയ്യുമ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് കോഞ്ചുഗേറ്റ് ബേസ് ഫോം ചെയ്യുന്നു. ഈ ബേസ് കോഞ്ചുഗേഷൻ വഴി സ്റ്റെബിലൈസ് ചെയ്യുന്നുണ്ട്. ഈ ഡബിൾ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഈ ഓക്സിജൻ O മൈനസ് ആയിട്ട് ഇങ്ങോട്ട് മൂവ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഡബിൾ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഇത് ഇങ്ങോട്ട് മൂവ് ചെയ്യാം. സോ ദീസ് ആർ ദ സ്റ്റെബിലൈസേഷൻ സ്ട്രക്ചേഴ്സ്. ഇനി രണ്ടാമത്തെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, CN ഗ്രൂപ്പ് ഉള്ളത് കൊണ്ട് മോർ അസിഡിക് ആയിരിക്കും. ഇനി മൂന്നാമത്തെ മോളിക്യൂൾ നമ്മൾ നോക്കുകയാണെങ്കിൽ മൂന്നാമത്തെ മോളിക്യൂളിൽ ഈ ഹൈഡ്രജൻ, ആൻഡ് നമ്മൾ തേർഡ് സ്ട്രക്ചർ അനലൈസ് ചെയ്യുന്നു. തേർഡ് മോളിക്യൂളിൽ പ്രോട്ടോണിനെ നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ഈസ് മീഥൈൽ ഗ്രൂപ്പ്, ഇത് പോസിറ്റീവ് ചാർജ്, ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്. സോ ഈ പ്രോട്ടോണിനെ റിമൂവ് ചെയ്തു. ഈ പ്രോട്ടോണിനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവുന്ന സ്ട്രക്ചർ എങ്ങനെ വരയ്ക്കാം? this become Me group,
ഇവിടെ നെഗറ്റീവ് ചാർജ്, ഇവിടെ ഡബിൾ ബോണ്ട് N, ഇത് മീഥൈൽ ഗ്രൂപ്പ്. ഇങ്ങനെ വരും. ഈ സിസ്റ്റം നോക്കിയാൽ മതി. ഈ സിസ്റ്റത്തിന്റെ കേസിൽ ഈ കോഞ്ചുഗേഷൻ ഇവിടെ പോസിബിൾ അല്ല. മീൻസ് ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും ഇവിടുന്ന് ഡീലോക്കലൈസേഷൻ ഒന്നും നടക്കില്ല. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇത് ഓൾറെഡി ഉണ്ടാവുന്ന ഇന്റർമീഡിയറ്റ് കാർബാനിയോൺ ആണ്. ഈ കാർബാനിയോണിന് ചുറ്റും, അതായത് ആ സബ്സ്റ്റിറ്റ്യൂവന്റ് നോക്കുകയാണെങ്കിൽ മീഥൈൽ ഗ്രൂപ്പാണ് വരുന്നത്. നൈട്രജനിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഗ്രൂപ്പുകളൊക്കെ ഇലക്ട്രോൺ റിലീസിംഗ് മീഥൈൽ ഗ്രൂപ്പുകളാണ്. സോ ഇലക്ട്രോൺ റിലീസിംഗ് ഗ്രൂപ്പുകൾ വരുമ്പോഴേക്കും അതിന്റെ എന്ത് ചെയ്യും, ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടിക്കൊണ്ടേയിരിക്കും. അപ്പൊ എന്ന് വെച്ചാൽ കാർബാനിയോൺ ഡീസ്റ്റെബിലൈസ് ചെയ്യാണ്. അപ്പൊ നമ്മൾ കമ്പയർ ദ അസിഡിറ്റി ഓഫ് ദീസ് three, the third one is least acidic. നമ്മൾ അസിഡിറ്റി പറയുന്നത് ഈ 3 ഫാക്ടർ വെച്ചിട്ടാണ്. സെക്കൻഡ് മോളിക്യൂൾ ഈസ് മോർ അസിഡിക് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് സ്ട്രോങ് ഇലക്ട്രോൺ വിഡ്രോയിങ് CN group, and the first molecule then it is acidic due to the conjugation of the negative charge on carbonyl carbon, and the third one is least acidic because the carbanion form is destabilized due to the presence of this plus I CH3 ഗ്രൂപ്പ്. അപ്പോൾ ഇതിന്റെ ഓർഡർ ഓഫ് അസിഡിറ്റി നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് ഓർഡർ ഓഫ് അസിഡിറ്റി കൺക്ലൂഡ് ചെയ്യാം. ഓർഡർ ഓഫ് അസിഡിറ്റി കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഓർഡർ ഓഫ് അസിഡിറ്റി ഓർഡർ നമ്മൾ എഴുതുകയാണെങ്കിൽ മോർ അസിഡിക് ഈസ് 2 is more acidic, then 1 is acidic, then 3 is acidic. This is the order of acidity. These are the acidity order. Acidity order alla nammada question. Question is the increasing order of pK value. Acidity koodalaanengil pK value engane irikkum, koravayirikkum. So the order of pK value is less for 2, then for 1, then high for 3. 3 is 3 having highest pK value. Then this is our option. 3 is more pK, then 3 is more pK, then 1 is pK, then 2. This is our answer. So this is the same order of basicity. ഇതാണ് ശരിക്കും ബേസിസിറ്റിയുടെ ഓർഡർ. അസിഡിറ്റി ഓർഡർ ആണെങ്കിൽ ഇതാണ്. ക്ലിയർ?